സോളാർ കമ്മീഷൻ മുൻപാകെ ഹാജരാകാൻ സരിത എസ് നായർ എത്തി. കോടതിയിൽ ഹാജരാകണമെന്ന കാരണത്താൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതിയിൽ സരിത വിസ്താരത്തിന് ഹാജരായിരുന്നില്ല. ഇത് കമ്മീഷന്റെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് സരിത നായർ ഇന്ന് സോളാർ കമ്മീഷന് മുൻപാകെ ഹാജരായത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ എം ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, മറ്റ് വിവരങ്ങൾ കൂടി. സരിത സോളാർ കമ്മീഷൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ വിസ്താരം തുടങ്ങും. ഇന്ന് പ്രധാനമായും സരിത എഴുതിയ കത്ത് ഹാജരാക്കണമെന്ന സോളാർ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ സരിത ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തു. കത്ത് ഉടൻ ഹാജരാക്കണമെന്ന കമ്മീഷന്റെ ഉത്തരവിനാണ് 2 ആഴ്ചത്തേക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സരിത ഇന്ന് കത്ത് ഹാജരാക്കില്ല. സരിതയുടെ വിസ്താരം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. പ്രധാനമായും ഇന്നത്തെ ഒരു മൊഴിയിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ വിസ്തരിച്ചപ്പോഴും അതുപോലെ ജോഫിനെ വിസ്തരിച്ചപ്പോഴും മല്ലയിൽ ശ്രീധരനായരുമായി സരിതയും മല്ലയിൽ ശ്രീധരനായരും ജോഫനും ഒരുമിച്ച് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ്. ഇക്കാര്യം മുഖ്യമന്ത്രി നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സരിതയോട് അത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കും. അതിൽ വൈരുദ്ധ്യമുണ്ടോ എന്നതായിരിക്കും എന്ന് കമ്മീഷൻ പ്രധാനമായും പരിശോധിക്കുക. ഇതിനു മുൻപ് ഒരു തവണ മാത്രമാണ് സരിത പൂർണ്ണമായും വിസ്താരത്തിന് വന്നിരുന്നത്. ഇതിനുശേഷം സരിതയുടെ വിസ്താരം വെച്ച തീയതികളിലെല്ലാം സരിത മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വിസ്താരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സാക്ഷികൾ ഇത്തരത്തിൽ ഇനി ഹാജരായില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കേണ്ടി വരും എന്നെല്ലാമാണ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. എന്തായാലും ഇന്നും നാളെയുമാണ് സരിതയുടെ വിസ്താരം വെച്ചിരിക്കുന്നത്. ആദ്യം കമ്മീഷനായിരിക്കും വിസ്തരിക്കുക, അതിനുശേഷം മറ്റ് കക്ഷികൾ വിസ്തരിക്കും. അതോടൊപ്പം ബിജു രാധാകൃഷ്ണൻ സരിതയെ വിസ്തരിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും ബിജു രാധാകൃഷ്ണൻ വിസ്തരിക്കുക. സരിതയുടെ വിസ്താരം, ഇന്നത്തെ വിസ്താരം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അരുൺ.